വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കമലഹാസൻ മണിരത്നം ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ആരാധകർ ഇത്രത്തോളം കാത്തിരുന്ന കോമ്പിനേഷൻ പ്രേക്ഷകരെ അത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്തില്ല. അതിനുള്ള കാരണവും ഒരുപക്ഷെ നായകൻ തന്നെയാകാം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൾട്ട് ക്ലാസിക് സിനിമയും മികച്ച സിനിമാനുഭവവും ആർട്ടിസ്റ്റിക്കലി ബ്രില്യൻ ചിത്രവുമാണ് നായകൻ. ഇന്ത്യൻ സിനിമയിൽ സിനിമ പഠിക്കുന്ന പലർക്കും നായകൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുക്കിയ അതേ സംവിധായകനും അതേ നായകനും വീണ്ടും സ്ക്രീനിലെത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. എന്നാൽ റിലീസിന് ശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വലിയ രീതിയിൽ ആരാധകർ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം മണിരത്നം എന്ന സംവിധായകനും വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. AR മുരുകദോസ്, ശങ്കർ എന്നീ സംവിധായകർക്കൊപ്പം തന്നെ ഔട്ട്ഡേറ്റഡ് ആയി മണിരത്നം എന്നീ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. എന്നാൽ മണിരത്നം എന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകൻ നേരിടുന്ന ആദ്യ പരാജയമാണോ തഗ് ലൈഫ്, അല്ലെങ്കിൽ ആദ്യമായാണോ ഒരു മണിരത്നം ചിത്രം ഇത്രത്തോളം വിമർശനങ്ങൾ നേരിടുന്നത്? പരിശോധിക്കാം. വുഡ്സ് അണ്ണോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീർഘകാലമായി തൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന സുധാ കൊങ്ര ആദ്യ സിനിമ സംവിധാനം ചെയ്ത് പാതി വഴിയിൽ നിൽക്കുമ്പോൾ തൻ്റെ ഗുരുവായ മണിരത്നത്തെ വിളിച്ച് പറയുകയാണ്, സാർ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മണിരത്നം പറയുന്ന ഉത്തരമുണ്ട്, ആദ്യ 3 ചിത്രങ്ങളും പരാജയപ്പെട്ട ഒരു സംവിധായകനോടാണ് നീ ഇത് പറയുന്നതെന്ന് ഓർക്കണം. എന്ത് വില കൊടുത്തും ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യണം. അതുതന്നെയാണ് മുന്നോട്ടുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ മികച്ചതാക്കാൻ സുധാ കൊങ്ര എന്ന സംവിധായകയെ ഏറ്റവും കൂടുതൽ പാകപ്പെടുത്തിയത്. മണിരത്നം എന്ന ഇന്ത്യൻ സിനിമകളുടെ ഏറ്റവും മികച്ച സംവിധായകന്റെ ആദ്യ 3 ചിത്രങ്ങളും സാമ്പത്തികമായി വലിയ വിജയങ്ങളായിരുന്നില്ല. പല്ലവി, അനുപല്ലവി, ഉണരു, പകൽ നിലാവ് എന്നിങ്ങനെയാണ് ആദ്യ 3 ചിത്രങ്ങൾ. അതിൽ ഉണരു എന്ന ചിത്രം മലയാള ചിത്രമായിരുന്നു. തൊട്ട് പിന്നാലെ എത്തിയ ഇതേം കോവിൽ എന്ന ചിത്രമാണ് വലിയ വിജയമായ മണിരത്നത്തിന്റെ ആദ്യ ചിത്രം. വലിയ രീതിയിൽ ചിത്രത്തിന്റെ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ തൊട്ട് പിന്നാലെ എത്തിയ മൗനരാഗം എന്ന ചിത്രമാണ് മണിരത്നം എന്ന സംവിധായകന്റെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ. ആ കാലഘട്ടത്ത് ഏറ്റവും റെലവൻ്റ് ആയിരുന്ന അർബൻ തമിഴ് കൾച്ചറെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്തു എന്ന ചിത്രം എന്ന രീതിക്കാണ് മൗനരാഗം ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ ലൈഫിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ലവ് എന്ന ആ കോൺസെപ്റ്റിനെ മൗനരാഗം മാറ്റിമറിച്ചു. ലവ് ആഫ്റ്റർ മാരേജ് എന്ന കോൺസെപ്റ്റും പിന്നീട് പല സിനിമകൾക്കും മോട്ടിവേഷനായ കഥയുടെ തുടക്കവും മൗനരാഗത്ത് നിന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് മണിരത്നം എന്ന സംവിധായകന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നായകൻ, തിരുട തിരുട, ദളപതി, ഗീതാഞ്ജലി, അഞ്ജലി, ബോംബെ, റോജ എന്നീ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി മണിരത്നം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരുടെ പട്ടികയിലും മണിരത്നം ഉൾപ്പെട്ടു. ഇതിനിടയിൽ പുതിയ പുതിയ സിനിമാറ്റോഗ്രാഫേഴ്സായിട്ടുള്ള കൊളാബറേഷൻ, AR റഹ്മാന്റെ സിനിമയിലേക്കുള്ള എൻട്രി എല്ലാം മണിരത്നം ചിത്രത്തിലൂടെ തന്നെയായിരുന്നു. കരിയറിലെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതായി റൊമാൻറ്റിക് സീനുകൾ സ്ക്രീനിലേക്ക് എത്തിക്കുന്ന നായകനുമായി മണിരത്നം ഒന്നിക്കുന്നത്. ചിത്രം ദിൽസയാണ്. 2 ഭാഷകളായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തമിഴ് വേർഷൻ ഉയരെ എന്നും അറിയപ്പെട്ടു. ചിത്രത്തിന്റെ പാട്ടുകൾ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ മികച്ച ചരിത്ര വിജയങ്ങളിലൊന്നാണ്. എന്നാൽ ചിത്രത്തിന് ആ വിജയം ആവർത്തിക്കാനായില്ല. പല മാർക്കറ്റുകളിലും ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. ഒരുപക്ഷെ ലവിൻ്റെ അത്രത്തോളം ഭീകര വേർഷനും അത്രയും മൾട്ടി ലെയർഡായ കോംപ്ലക്സ് കഥകൾ മനസ്സിലാക്കാൻ തക്കകൊണ്ടുള്ള പ്രേക്ഷകരിലേക്ക് ചിത്രം എത്തിയില്ല എന്നുള്ളതും ഒരു വലിയ ഫാക്ടറാണ്. ഇന്നും ചിത്രത്തിന് ആരാധകർ ഏറെയാണെങ്കിലും ചിത്രം സാമ്പത്തിക പരാജയമാണെന്നുള്ളത് പലരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രണയത്തിൻ്റെ 7 സ്റ്റേജുകളെ കുറിച്ചാണ് ചിത്രം പ്രധാനമായി പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ പരാജയത്തിന് തൊട്ട് പിന്നാലെയാണ് മണിരത്നം ഇന്ത്യയിലെ തന്നെ ഏതൊരു താരത്തിലേക്കും ആക്സസ് ഉള്ള സമയത്ത് ഒരു പുതുമുഖ നായകനെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. നായികയെ തിരഞ്ഞെടുക്കുന്നത് സിനിമ അങ്ങനെ കണ്ടു പഴകിയിട്ടില്ലാത്ത ഒരു പുതിയ മുഖത്തിനെ. ചിത്രത്തിൻ്റെ പേര് അലൈപായുധ എന്നായിരുന്നു. 25 വർഷങ്ങൾ പിന്നിടുമ്പോഴും അലൈപായുധയ്ക്കൊരു കൾട്ട് ക്ലാസിക് പരിവേഷമുണ്ട്. ഓരോ തവണ ചിത്രം കാണുമ്പോഴും അത്രത്തോളം ഫാസിനേഷൻ ആരാധകർക്ക് തോന്നാറുണ്ട്. ചിത്രം ഇന്നും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. എല്ലാ ആസ്പെക്റ്റുകളും ഒന്നിച്ച ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് അലൈപായുധ എന്ന് പറയാം. ഒരുപക്ഷെ പ്രണയത്തിന് ശേഷം അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ആ ചിത്രത്തിൻ്റെ ടോപ്പിക്ക് ഇന്നും വളരെ റെലവൻ്റ് ആണ്. തൊട്ട് പിന്നാലെ മണിരത്നം ചെയ്ത പല സിനിമകളും പല ജോണറുകളിലായിരുന്നു. കണ്ണത്തിൽ മുത്തമിട്ടാൽ, ആയുധെഴുത്ത്, ഗുരു, രാവണൻ എന്നിങ്ങനെ കരിയറിലെ മറ്റൊരു തരത്തിലേക്ക് മണിരത്നം എന്ന സംവിധായകൻ ഉയർന്നു. എന്നാൽ
2013 വീണ്ടും മണിരത്നം എന്ന സംവിധായകൻ ഒരു റിസ്ക് കൂടെ എടുക്കുകയാണ്. സിനിമയിലേക്ക് ഒരു പുതുമുഖ നായകനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒപ്പം തൻ്റെ ഏറ്റവും ലക്കിയസ്റ്റ് നായകനായ അരവിന്ദ് സ്വാമിയുടെ റീഇൻട്രൊഡക്ഷനും. ചിത്രത്തിൻ്റെ പേര് കടൽ എന്നാണ്. എന്നാൽ സാമ്പത്തികമായി ഒരു മണിരത്നം ചിത്രം നേരിട്ട ഏറ്റവും വലിയ പരാജയം കടലായിരുന്നു. കടലിലൂടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മണിരത്നം എന്ന സംവിധായകന് നേരിട്ടു. ചെറിയ രീതിയിലുള്ള കേസുകളും ഇതേ തുടർന്ന് ഉണ്ടായെന്നുള്ളതും അക്കാലത്തെ വലിയ ചർച്ചാ വിഷയമാണ്. തമിഴ് സിനിമ മറ്റൊരു ഘട്ടത്തിലേക്കാണ് 2012-13 കാലഘട്ടത്തിലേക്ക് പോയത്. പുതിയ നായകന്മാരും പുതിയ സംവിധായകരും എന്നിങ്ങനെ തമിഴ് സിനിമയിൽ മൊത്തം ന്യൂ വേവ് ആയിരുന്ന സമയത്ത് മണിരത്നത്തിൻ്റെ ഈ പരാജയം വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ചയായി. മണിരത്നം എന്ന സംവിധായകൻ ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളത് പലരും വിധി എഴുതി. എന്നാൽ അവിടെ കൊണ്ട് ആ സംവിധായകൻ നിർത്തിയില്ല. തൊട്ട് പിന്നാലെ ആ സമയത്തെ ഏറ്റവും യൂത്ത് ഐക്കണായ നായകനെയും നായികയും കൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു. ചിത്രത്തിൻ്റെ പേര് ഓക്കെ കൺമണി എന്നാണ്. സാമ്പത്തികമായി ചരിത്ര വിജയമാണ് മദ്രാസ് ടോക്കീസിന്റെ ചരിത്രത്തിൽ ഓക്കെ കൺമണി നേടിക്കൊടുത്തത്. ദുൽഖർ, നിത്യ മേനോൻ എന്ന രണ്ടുപേരുടെ കരിയറിൽ ആ ചിത്രം വലിയൊരു മൈൽ സ്റ്റോൺ വിജയമായി. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും റൊമാൻറ്റിക് ഡയറക്ടറായ മണിരത്നത്തിൻ്റെ വേർഷനിലെ അല്ലെങ്കിൽ മണിരത്നത്തിൻ്റെ കണ്ണിലൂടെ കണ്ട ലിവിങ് റിലേഷൻഷിപ്പിൻ്റെ കഥകൾ ആരാധകർ അത്രത്തോളം ആകർഷിച്ചു. മാത്രമല്ല ആ സിനിമയിലെ പ്രകാശ് രാജിൻ്റെ ട്രാക്കും അത്രത്തോളം വലിയ രീതിയിൽ ചർച്ചയായി. പിന്നാലെ നമ്മളിന്ന് കാണുന്ന ചക്കച്ചമന്തവാനവും PS1 PS2 ഇപ്പോൾ തഗ് ലൈഫിൽ എത്തി നിൽക്കുന്നു. കരിയറിലെ ഈ മുഴുവൻ ഗ്രാഫിലും ഏറ്റവും വലിയ ഹുക്ക് പോയിന്റ് റൊമാൻറ്റിക് സിനിമകൾ തന്നെയായിരുന്നു. ഈ ടെറസം ട്രിയോളജിയിൽ വന്നിട്ടുള്ള 3 ചിത്രങ്ങളിലും കോറായി നിന്നത് ഈ റൊമാൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ചതായി റൊമാൻസ് പ്രസന്റ് ചെയ്യുന്ന ഡയറക്ടർമാരിൽ ഒന്നാണ് മണിരത്നമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. തഗ് ലൈഫ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുമ്പോൾ മണിരത്നത്തിൻ്റെ അടുത്ത ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സിംബു, രുക്മിണി വസന്ത ഒന്നിച്ച് ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ ആ റൊമാൻറ്റിക് ചിത്രത്തിലൂടെ ഒരുപക്ഷെ മണിരത്നം രാജകീയമായി തിരിച്ചു വന്നേക്കാം. വലിയ രീതിയിലുള്ള വിമർശനങ്ങളെ വലിയ രീതിയിലുള്ള വിജയങ്ങളിലൂടെയാണ് മണിരത്നം എന്ന സംവിധായകൻ നേരിട്ടിട്ടുള്ളത്. കാര്യമായിട്ടുള്ള മീഡിയ ഗിമിക്സുകൾ ഇല്ലാതെ വളരെ ശാന്തമായി എല്ലാത്തിനെയും നേരിട്ട് വലിയ വിജയങ്ങളാണ് മണിരത്നം ഇത്രയും നാൾ നേടിയിട്ടുള്ളത്. സാമ്പത്തിക വിജയങ്ങളും അല്ലെങ്കിൽ ചിത്രം എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാത്തതൊക്കെ ഒരുപക്ഷെ ഒരു വശത്ത് നടന്നിട്ടുണ്ടാകാം. എന്നാൽ കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലം അവസാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും അപ്ഡേറ്റഡ് ആവാതെ എലൈറ്റ് ലിസ്റ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സംവിധായകൻ പണി ഇതോടുകൂടി നിർത്തണമെന്ന്. പക്ഷേ അവർക്കറിയാത്ത ഒരു ചരിത്രം ഉണ്ടായേക്കാം. അറിയാലോ, മണിരത്നമാണ്. ഇറങ്കബായ് മൊമെന്റ്സ് ലൈഫിൽ ഒരുപാട് കൊടുത്തിട്ടുള്ള ഡയറക്ടറാണ്. അതുകൊണ്ട് കാത്തിരിക്കാം മികച്ചൊരു സിനിമയ്ക്ക് വേണ്ടി.